അവനവന്റെ ലൈംഗിക ആവശ്യങ്ങളും താല്പര്യങ്ങളും എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഓരോരുത്തർക്കും സുഖം പകരുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഓരോ വ്യക്തിയെയും സഹായിക്കുന്ന ഒരു കാര്യമാണ് സ്വയംഭോഗം. സ്വയംഭോഗം ചെയ്യാത്തവരായിട്ട് സ്ത്രീ പുരുഷന്മാരിൽ ആരുമില്ല എന്ന് പറയുന്നതാവാം കൂടുതൽ ശരി. പഠനങ്ങളൊക്കെയും അനുസരിച്ച് സ്ത്രീകളിൽ 85%, പുരുഷന്മാരിൽ ഏകദേശം 95% ആളുകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വയംഭോഗം ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്വയംഭോഗം ചെയ്യുന്ന ആളുകളുടെ ശരീരം വല്ലാതെ മെലിയും, മുടി പൊഴിയും, ഭാവിയിൽ വന്ധ്യതാ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ച് വേദനയിലൂടെയും ടെൻഷനിലൂടെയും കടന്നു പോകുന്ന ധാരാളം ആളുകളുമുണ്ട്. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് സ്വയംഭോഗം ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഓക്സിറ്റോസിന്, ഹാപ്പി ഹോർമോൺസിനെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെ കൂടുതൽ ലൈംഗിക സംതൃപ്തിയും സുഖവും നേടാൻ സഹായിക്കുന്നു. ഒപ്പം നമുക്ക് ദിവസം മുഴുവനും ഒരു ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന്, ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളെയും സന്തോഷത്തോടെ നേരിടുന്നതിന്, അവനവനെ കൂടുതൽ സ്നേഹിക്കുന്നതിനൊക്കെ സഹായിക്കുന്നു. അതുപോലെ എൻഡോഫിന്, നമ്മുടെ ഡോപ്പോമിന് തുടങ്ങിയവ വേദന സംഹാരിയായിട്ട് ടെൻഷൻ കുറയ്ക്കുന്നതിന്, സ്ട്രെസ് ഇല്ലാതാക്കുന്നതിന്, നല്ല ഉറക്കം പ്രദാനം ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പുരുഷന്മാരിൽ നല്ല ബീജം ഉൽപ്പാദിപ്പിക്കുന്നതിനും ബീജത്തിന്റെ ചലനശേഷി, മൊബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ സ്വയംഭോഗം ചെയ്യുന്നത് നല്ലതാണെന്നാണ് പഠനങ്ങളൊക്കെയും തെളിയിച്ചിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്വയംഭോഗം എന്നത് രക്തചംക്രമണം അല്ലെങ്കിൽ രക്തപ്രവാഹം നമ്മുടെ ശരീരത്തിലൂടെയും ഒരു പരിധിവരെ ചെറിയൊരു വ്യായാമത്തിന് ഫലം നൽകുകയും ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുറേയേറെ ആളുകളിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളിൽ, ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയെ കുറയ്ക്കുന്നതായിട്ടും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ ഉറക്കം പ്രദാനം ചെയ്യുക എന്ന ഒരു മഹത്തായ കാര്യവും സ്വയംഭോഗത്തിലൂടെ ഓരോ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട്. അതോടെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ജീവിതകാലം മുഴുവനും ഈ സ്ട്രെസ് അല്ലെങ്കിൽ ഒരു വിവാഹം കഴിക്കുന്ന സാഹചര്യം വരെയും മറ്റൊരു പങ്കാളിയെ ലഭിക്കുന്നവരെ നമ്മുടെ ലൈംഗിക വികാരങ്ങളെല്ലാം അടക്കി പിടിച്ച് ജീവിക്കുമ്പോൾ പലപ്പോഴും അവിഹിത ബന്ധങ്ങളിലേക്കും പ്രണയ ബന്ധങ്ങളിലേക്കും ഒക്കെ വഴുതി വീഴാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പുരുഷന്മാരെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള വേശ്യയിലേക്ക് തേടിപ്പോവുക, അങ്ങനെ പലവിധത്തിലുള്ള ലൈംഗിക രോഗങ്ങൾ, പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവിഹിത ഗർഭം, ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയെ സ്വയംഭോഗം കുറയ്ക്കുന്നു എന്നുകൂടെ മനസ്സിലാക്കുക. തീരെ ചെറിയ പ്രായം മുതൽ നമ്മളിലെ കുട്ടികളൊക്കെ ഈ കമിഴ്ന്നിടയ്ക്കൊക്കെ ചെയ്യുന്ന ഒരു പ്രായം മുതൽ കുട്ടികൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മൾ അതിനെ കൃത്യമായിട്ട് അത് അവർക്കൊരു സുഖം പകരുന്ന കാര്യമാണ് എന്ന ഒരു ഇതുകൊണ്ട് തന്നെയാണ് കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അതായത് ഈ സ്വയംഭോഗത്തിന് ചെറിയ കുട്ടി അല്ലെങ്കിൽ ചെറിയ പ്രായമെന്നോ വാർദ്ധക്യമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും ജീവിതത്തിൽ അത്യാവശ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇതൊരു പാവമാണ് എന്ന് ചിന്തിക്കുന്നത്, മോശമാണ് എന്ന് വിചാരിക്കുന്ന മതപരമായ ചില പ്രത്യേകതകളാണ്, വിശ്വാസങ്ങളാണ്. അത് അങ്ങനെയുള്ള ധാരണകളിലൂടെ കടന്നു പോയിട്ട് സ്വയംഭോഗം ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് കുറ്റബോധം ഉണ്ടാകാറുണ്ട്, അപകർഷത ഉണ്ടാകാറുണ്ട്. മറ്റാളുകളെ കാണുമ്പോൾ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം സ്വയം ഉൾവലിഞ്ഞ സമൂഹത്തിൽ നിന്നൊക്കെ പുറകോട്ട് മാറുന്ന പ്രവണതയുമുണ്ട്. എന്നാൽ സ്വയംഭോഗം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആൺകുട്ടികളും പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ചിട്ട് ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളെ അവരോട് സംസാരിക്കുന്നതിനുള്ള ലജ്ജ, അവരോട് ഇടപഴകുമ്പോഴുള്ള ഈ ടെൻഷന്, ഭയം, ഇവയൊക്കെ കുറയുന്നതായിട്ടും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതേപോലെ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ആർത്തവ സമയത്തുണ്ടാകുന്ന പേശിവേദന, ഗർഭപാത്രവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പല അസ്വസ്ഥതകള്, ഇല്ലെങ്കിൽ ഗർഭാശയ വേദന, ഇവയൊക്കെ കുറയ്ക്കുന്നതിന് സ്വയംഭോഗത്തിന് കഴിയാറുണ്ട്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസറിന്, സെർവിക്കൽ ക്യാൻസറിന് തടയുന്നതിന് ഒരു പരിധിവരെയും സ്വയംഭോഗം ചെയ്യുന്നവരുടെ മാറ്റിയെടുക്കാൻ കഴിയും. അതുപോലെ ആ ഒരു ഭാഗത്ത് ഉള്ള പെൽവിക് മസിലിൽ കൂടുതൽ ആക്റ്റീവായിട്ട് നിലനിൽക്കും. അതേപോലെ ശരീരത്തിൽ യോനി സ്രവങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുകയും, അതായത് ലൂബ്രിക്കൻസ് ഒന്നും കൂടാതെ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും നിങ്ങളെ
സ്വയംഭോഗം സഹായിക്കുന്നുണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന മറ്റൊരു ഗുണം എന്ന് പറയുന്നത് അടിക്കടി ഉണ്ടാകുന്ന യൂറിൻ ഇൻഫെക്ഷൻ തടയുന്നതിനും സ്ത്രീകളുടെ ശരീരത്തിലൊക്കെയുള്ള അനാവശ്യമായ കുറെ ബാക്ടീരിയകള് കാര്യങ്ങളൊക്കെ വെളിയിലേക്ക് പോകുന്നതിനും പലപ്പോഴും ഒക്കെ നിങ്ങൾ ചെയ്യുന്ന ഈ സ്വയംഭോഗത്തിന് കഴിവുണ്ട്. എന്നാൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സ്വയംഭോഗം ഒരു പ്രശ്നമായി മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ചെറുപ്പകാലം മുതലേ സ്വയംഭോഗം ചെയ്യുന്ന പുരുഷന്മാരുടെ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു സുഖം കിട്ടണം, കാര്യങ്ങളൊക്കെ നടക്കണം എന്ന ഒരു ചിന്തയുണ്ടാവും. അതായത് വളരെ പെട്ടെന്ന് സ്ഖലനം സംഭവിക്കാനുള്ള രീതിയിലേക്കുള്ള പ്രവണതയാണ് സ്വയംഭോഗം ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നത്. ഇത് വിവാഹം കഴിച്ചാലും പല വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് സ്ഖലനം സംഭവിക്കണം എന്ന രീതിയിലേക്കോ ഒരു പ്രവണത അവരറിയാതെ തന്നെ അവരിൽ വളരെ ഒരു ശീലമായിട്ട് മാറുകയും ചെയ്യും. അതേപോലെ ചുരുക്കം ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അമിതമായ സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്നവർക്ക് വിവാഹം കഴിച്ചാലും ഈ പങ്കാളിയോടൊത്ത് സെക്സ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായില്ല, അതിൽ നിന്നൊരു സംതൃപ്തിയോ സുഖമോ കിട്ടിയില്ല. അവർക്ക് ഈ സ്വയംഭോഗം ചെയ്താൽ മാത്രമേ അതിൽ നിന്നൊരു തൃപ്തിയാവുകയുള്ളൂ. വളരെ അപൂർവം കേസിൽ ഒരുപാട് അതായത് ദിവസം 5, 6 ഒക്കെ തവണ വീതം സ്വയംഭോഗം ചെയ്യുന്ന പല ആളുകളിലും ഈ അഡിക്ഷനില് എന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഏകാഗ്രതയെ ബാധിക്കും. എപ്പോഴും ഈ ഒരു കാര്യത്തിന് മാത്രം താല്പര്യം ഉണ്ടാകുക, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിന് താല്പര്യമില്ല, ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരു പ്രവണത, മറ്റുള്ളവരിൽ നിന്ന് അകന്നു മാറിയപ്പോൾ ഇതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുന്ന ഒരവസ്ഥ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഏത് കാര്യത്തിന്റെയും ഗുണവശങ്ങൾ മനസ്സിലാക്കുന്നൊപ്പം ഇതിന്റെ ദോഷഫലങ്ങൾ അല്ലെങ്കിൽ സ്വയംഭോഗം അമിതമായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അമിതമായ സ്വയംഭോഗം നമ്മുടെ നാഡീവ്യവസ്ഥയിലെ നേഴ്സിനെയൊക്കെ ബാധിക്കുകയും ടിഷ്യൂസിലെ മുറിവുകൾ ഉണ്ടാക്കുക, അതേപോലെ അവിടെ നീർക്കെട്ട് ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചുരുക്കം ചില ആളുകളിലേക്ക് സൃഷ്ടിക്കാറുണ്ട്. അപ്പോൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കൂടെ പുരുഷന്മാർ മനസ്സിലാക്കുക. അതുപോലെ ദീർഘനേരം കമന്ന് കിടന്നുകൊണ്ട് തന്നെ സ്ഥിരം ചെയ്യുന്ന സ്വയംഭോഗം ദാമ്പത്യത്തിൽ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.